പണ്ട് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഐറ്റമായിരുന്നു അട. അന്നൊക്കെ അട, ഇലയട, കിണ്ണത്തപ്പം ഒക്കെ ആയിരുന്നു സ്പെഷ്യലായിട്ട് അമ്മ ഉണ്ടാക്കി തരുന്നത്. അമ്മ ഉണ്ടാക്കി തരുന്ന അടയും കഴിച്ചിട്ട് പിന്നെ ഒരു കാത്തിരിപ്പാണ് അച്ഛൻ്റെ വരവിനായിട്ട്. അച്ഛൻ്റെ അച്ഛൻ ഒരുപാട് പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വരുമായിരുന്നേ. 8ാം ക്ലാസ്സിൽ തുടങ്ങിയതായിരുന്നു എൻ്റെ പാചക പരീക്ഷണങ്ങൾ. അതിനൊക്കെ കൂട്ട് നിൽക്കുന്നത് എൻ്റെ അച്ഛനും. അന്നൊന്നും നമുക്ക് ഫോണൊന്നും ഇല്ല. പാചക പരീക്ഷണത്തിന് വേണ്ട വസ്തുക്കളെല്ലാം ഒരു ലിസ്റ്റ് എഴുതി അച്ഛൻ്റെ പേഴ്സിൽ വയ്ക്കുവേ. അച്ഛൻ പൈസ എടുക്കാനായിട്ട് പേഴ്സ് തുറക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റ് കാണണം. അതാണ് നമ്മളുടെ ഐഡിയ. അങ്ങനെ എൻ്റെ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വൈകുന്നേരം അച്ഛൻ വരാനായിട്ട് കാത്തിരിക്കും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ തുടങ്ങും നമ്മുടെ പാചക പരീക്ഷണങ്ങൾ. അന്നൊന്നും ഗ്യാസൊന്നുമില്ല, എന്നാലും അടുപ്പിലായാലും എനിക്ക് അന്നും കുക്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നേ. പാചക പരീക്ഷണം കഴിഞ്ഞ് മിഷൻ സക്സസ് ആയാലും ഇല്ലെങ്കിലും എൻ്റെ അച്ഛനത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും അച്ഛനത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അമ്മയും കുഞ്ഞണ്ണനും ടേസ്റ്റ് ചെയ്യത്തോളേ. അവർക്ക് ആവശ്യമില്ലാത്ത വയ്യാവിലെടുത്ത് തലയിൽ വെക്കാൻ വയ്യ. പക്ഷേ അച്ഛൻ എൻ്റെ മോള് ഉണ്ടാക്കുന്ന എന്ത് സൂപ്പറാണെന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്യും. അച്ഛൻ്റെ നിന്നുള്ള അഭിപ്രായമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അത് പാപ്പന്മാരുടെ എല്ലാം വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്ത് അവരുടെ കൂടി സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മാത്രമേ എനിക്ക് ഉറക്കം വരുത്തോളേ. അന്നത്തെ നമ്മുടെ ആ ഒരു കാലഘട്ടം, സുവർണ്ണ കാലഘട്ടം, അതൊരിക്കലും തിരിച്ചു കിട്ടത്തില്ലെങ്കിലും അച്ഛനിപ്പോൾ കൂടെ ഇല്ലെങ്കിൽ ആ ഓർമ്മകളെല്ലാം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. ഇന്ന് എൻ്റെ മോൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴേക്കും ഫ്രിഡ്ജിൽ ചക്ക ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ചക്കയുടെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ചക്കയുടെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാലഘട്ടത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമായിരുന്നേ. ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭവമാണ് ഇത്. എന്നും നൊസ്റ്റാൾജിയ നമുക്ക് പകർന്നു തരുന്ന വിഭവങ്ങൾ. ഇതേപോലെയുള്ള വിഭവങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അവരെ ആ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. എൻ്റെ നിച്ചിക്കുട്ടൻ ഒരുപാട് ഇഷ്ടമായി. അണ്ണനും കഴിച്ചു. ഇപ്പോഴത്തെ എൻ്റെ പാചക പരീക്ഷണ വസ്തുക്കൾ എൻ്റെ അണ്ണനും മക്കളുമാണേ. അന്ന് അച്ഛനായിരുന്നു, ഇപ്പം അണ്ണനും മക്കളും ആണെന്ന് മാത്രം വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ.